നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ തന്നെ മലയാളികളെ ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു 2 വയസ്സുകാരിയുടെ തിരോധാനം. അതിനൊരു അന്ത്യം കുറിച്ചുകൊണ്ട് തന്നെ ആശ്വാസകരങ്ങളിലേക്ക് കുഞ്ഞ് എത്തിയിട്ടുണ്ട്. ആദ്യ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുമ്പോൾ ആശ്വാസകരമാണ്. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. 20 മണിക്കൂർ നീണ്ടതിന് ശേഷം കുഞ്ഞിനെ കാണാതായി 20 മണിക്കൂർ അതിനുശേഷമാണ് കുഞ്ഞിനെ കയ്യിലേക്ക് ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത് ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ ചില വിവരങ്ങൾ പുറത്തുവരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാട്ടുകാർ അടക്കം പറയുന്നു അല്പസമയത്തിന് മുൻപ് പോലും 7:15 കൂടിയാണ് കുഞ്ഞിനെ ലഭിച്ചത്. ഈ 7 മണിയോട് കൂടി തന്നെ നാട്ടുകാർ അടക്കമുള്ളവർ ഒന്നടങ്കം പണിക്കൊക്കെ പോയിട്ട് വന്ന നാട്ടുകാർ അടക്കമുള്ളവർ ഒന്നടങ്കം പരിശോധിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ലഭിച്ച സ്ഥലത്ത് അടക്കം നാട്ടുകാർ പരിശോധിച്ചൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് തന്നെ ലഭിച്ചപ്പോൾ ഇവർ ആകപ്പാടെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അല്പസമയം മുൻപ് പോലും അവിടെ നിന്ന് കുഞ്ഞിനെ ഞങ്ങൾ തിരഞ്ഞതാണ്, അവിടെ നിന്ന് തന്നെ ഈ കുഞ്ഞിനെ വീണ്ടും ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഒരു കോൺസ്റ്റബിൾ ആണ് ഈ കുഞ്ഞിനെ ആദ്യം കാണുന്നതും കുഞ്ഞിനെ ഇരു കൈകളും നീട്ടി കുഞ്ഞിനെ സ്വീകരിക്കുന്നതും. അപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു കുഞ്ഞ് എന്നാണ് അദ്ദേഹം ആദ്യ മണിക്കൂറിൽ നമുക്ക് ലഭിച്ച വിവരം. പിന്നീട് അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം SIT ആശുപത്രിയിലേക്ക് പോകുന്നു. ആ കോൺസ്റ്റബിൾ ആണ് ഇപ്പോൾ മലയാളി വാർത്തയോടുള്ളത്. രാവിലെ ഈ ഡ്രോൺ വിഷനിലാണോ നിങ്ങൾ സഹായിച്ചത്? ഡ്രോൺ വിഷൻ എടുത്തിട്ടില്ലല്ലോ. അതേസമയം തന്നെ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പോലീസ്. അന്വേഷണത്തിൽ ബ്രഹ്മോസ് സമീപത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഏറെ നിർണായകമായെന്നാണ് സൂചന. രാത്രി 12-ന് ശേഷം 2 പേർ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവർക്കിടയിൽ കുട്ടിയുള്ളതായാണ് സംശയം. എന്തായാലും നിലവിൽ നാട്ടുകാർ അടക്കമുള്ളവർക്ക് എന്തായാലും ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷെ ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ കുഞ്ഞ് എങ്ങനെ ഇവിടെ വന്നു, ഞങ്ങളുടെ നാട്ടുകാരെയും ഒക്കെ തന്നെ കണ്ണുവെട്ടിച്ച് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഒരു കുറ്റിക്കാടിനിടയിലെ ഒരു കുഴി ഓട പോലെ ഒരു ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആശ്വാസമുള്ള വാർത്ത. പക്ഷെ അപ്പോഴും പല ചോദ്യങ്ങളും ഇതിന് പിന്നിൽ നിന്ന് ഉയരുകയാണ്.